തൃക്കാക്കര മണ്ഡലത്തിൽ ഉമാ തോമസിനെ അട്ടിമറിക്കാൻ LDF ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്ന CPM ജില്ലാ സെക്രട്ടറി രംഗം പുഷ്പ ദാസിനെയാണ്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നതിന് മുമ്പ് എതിരാളികളെ മലർത്തിയടിച്ച മറ്റൊരു ചരിത്രം ഈ പുഷ്പയ്ക്കുണ്ട്. കരാട്ടെ പരിശീലകയായിരുന്ന പുഷ്പദാസിന് തെരഞ്ഞെടുപ്പ് പോരാട്ടവും പുഷ്പം പോലെയാണ്. പണ്ട് എതിരാളികളെ മലർത്തിയടിച്ച അതേ ആത്മവിശ്വാസത്തിലും കരുത്തിലുമാണ് പുഷ്പദാസ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കും ഇറങ്ങുന്നത്. കന്നിയംഗത്തിലും വിദ്യാർത്ഥി കാലഘട്ടത്തിലെ അതേ പോരാട്ട വീര്യം. സഹോദരന്റെ ശിക്ഷണത്തിൽ തുടങ്ങിയ കരാട്ടെ പരിശീലനം സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായപ്പോഴേക്കും നിർത്തി. പക്ഷേ അതിനു മുൻപ് ബ്ലാക്ക് ബെൽറ്റ് സ്വന്തമാക്കുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തു. 1983 ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ അത്താണി ഡോജോയിലാണ് എൻ്റെ കരാട്ടെ പരിശീലനം ആരംഭിക്കുന്നത്. 1989 ഞാൻ ബ്ലാക്ക് ബെൽറ്റ് നേടി. കുടുംബത്തിലെ 11 പേർ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരാണ്. അന്നത്തെ അതേ ഊർജം ഇന്നിപ്പോൾ പ്രചാരണത്തിലും. പരമാവധി വീടുകൾ കയറിയിറങ്ങി ആളുകളെ കാണുകയാണ് ലക്ഷ്യം. UDFന്റെ പല കോട്ടകളെയും തകർത്തെറിഞ്ഞൊരു ചരിത്രം കേരളത്തിലുണ്ട്. ആ ചരിത്രം തൃക്കാക്കരയിലും ആ രീതിയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിലാണ് പുഷ്പദാസിന് നറുക്കു വീണത്. ഏരിയ സെക്രട്ടറി AG ഉദയകുമാറിന്റെയും മേരി അനിതയുടെയും ഒക്കെ പേരുകൾ നിർദ്ദേശിച്ചെങ്കിലും അവസാനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പുഷ്പദാസിലേക്ക് എത്തുകയായിരുന്നു. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തന പരിചയം. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം എന്ന് പറയുന്നത്. നിരവധിയായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തകയായിട്ടും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചുമൊക്കെയുള്ളൊരു പരിചയം എനിക്കുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും വലിയ ആശങ്കയൊന്നുമില്ല. വികസനവും കുടിവെള്ള പ്രശ്നവും അടക്കം മുൻനിർത്തിയാണ് പ്രചാരണം. UDFന്റെ ഉറച്ച കോട്ടയിൽ ഉമാ തോമസിനെ അട്ടിമറിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.